മുറിവുകൾ നൽകുന്ന സ്നേഹമാണോ അതോ വേദനയില്ലാത്ത ഒറ്റപ്പെടലാണോ വേണ്ടത്? ജയിക്കാൻ പഠിക്കുന്നതിനേക്കാൾ വലിയൊരു കലയാണ് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പഠിക്കുന്നത്. ബന്ധങ്ങളിൽ ജയിക്കുന്നതിലല്ല, ചേർന്ന് നിൽക്കുന്നതിലാണ് കാര്യം. സുഹൃത്തുക്കളെ, KKGFITന്റെ 197 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു മുള്ളൻപന്നിക്കൂട്ടത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? കൊടും തണുപ്പിൽ തളർന്നു പോയപ്പോൾ അതിജീവിക്കാൻ വേണ്ടി അവർ പരസ്പരം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർ അടുത്തു വന്നപ്പോൾ ഓരോരുത്തരുടെയും ശരീരത്തിലെ മുള്ളുകൾ മറ്റുള്ളവരുടെ ദേഹത്ത് തറയ്ക്കാൻ തുടങ്ങി. വേദന സഹിക്കാനാവാതെ അവർ അകന്നു നിന്നപ്പോൾ തണുപ്പ് അവരെ തളർത്തി തുടങ്ങി. ഒടുവിൽ അവർ ഒരു തീരുമാനമെടുത്തു. ചെറിയ മുറിവുകൾ ഏറ്റുവാങ്ങിയാണെങ്കിലും നമുക്ക് ചേർന്ന് നിൽക്കാം. ഒറ്റപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് മുറിവേറ്റാലും ഒരുമിച്ച് ജീവിക്കുന്നതാണ്. അവർ കൃത്യമായ അകലം പാലിച്ചും പരസ്പരം സഹകരിച്ചും ആ കാലത്തെ അതിജീവിച്ചു. നമ്മുടെ ബന്ധങ്ങളും ഇതുപോലെയാണ്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ വാക്കുകളോ സ്വഭാവമോ ചിലപ്പോൾ മുള്ളുകളായി നമ്മളെ മുറിപ്പെടുത്തിയേക്കാം. ആ വേദന പേടിച്ച് നമ്മൾ ഒറ്റയ്ക്ക് മാറാൻ ശ്രമിച്ചാൽ ജീവിതം ശൂന്യമായി പോകും. ഈ 3 കാര്യങ്ങൾ മാത്രം ഓർക്കുക. 1. മുറിവേൽക്കാത്ത ബന്ധങ്ങളില്ല. നമ്മുടെ സ്നേഹവും കരുതലുമാണ് ആ മുറിവുകളേക്കാൾ വലുതെന്ന് തിരിച്ചറിയുക. 2. ഈഗോ ഉപേക്ഷിക്കുക. മറ്റൊരാൾ നമ്മളെ വേദനിപ്പിച്ചു എന്ന് കരുതി വാശി കാട്ടാതെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. 3. വിട്ടുവീഴ്ച ചെയ്യുക. പരിപൂർണരായ മനുഷ്യരല്ല നമ്മളാരും. കുറവുകൾ അംഗീകരിച്ച് തന്നെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സുഹൃത്തുക്കളെ, നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും മുള്ളുകൾ കൊണ്ട് മറ്റുള്ളവരെ കുത്തി നോവിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഒറ്റയ്ക്കുള്ള സുരക്ഷിതത്വത്തേക്കാൾ എത്രയോ മനോഹരമാണ് ചെറിയ മുറിവുകളേറ്റാലും പ്രിയപ്പെട്ടവരോടൊത്തുള്ള ജീവിതം. ബൈ ഫ്രം KKG.